എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവയാനി പലഹാരം വീണ്ടും ഉണ്ടാക്കുന്നതാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. നല്ല സന്തോഷത്തോടെ മാവൊക്കെ കലക്കി പലഹാരം ഉണ്ടാക്കുകയാണ്. അതിലിടയ്ക്ക് മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ മകനും മരുമകളും ഞാൻ ഉണ്ടാക്കിയ പലഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റാര് കഴിച്ചാലും കിട്ടില്ല. പിന്നെ കാണിക്കുന്നത് ടോയ്ലറ്റിൽ പോയി വശം കെട്ട് നിൽക്കുന്ന വേണുവിനെയും രേവതിയെയും അനാമികയെയുമാണ്. 2-3 തവണ കൂടി വാഷ്റൂമിൽ പോകേണ്ടി വരും, അല്ലാതെ വീട് പിടിക്കാൻ പറ്റില്ല. ഇത് മനഃപൂർവ്വം ആരോ നമുക്ക് പണി തന്നതാ മോളെ എന്ന് പറയുകയാണ് വേണു. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം ആ നവ്യയാണെന്നാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സ്വന്തം ഭർത്താവിന് അവൾ അങ്ങനെ കൊടുക്കുമോ? അപ്പോൾ അനാമിക പറയുകയാണ്, അവളുടെ ഭർത്താവിനോടൊന്നും അവൾക്കൊരു സ്നേഹവുമില്ല, വേണ്ടി വന്നാൽ അവൾ അവനെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ പലതും പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിലും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാമിക അഭിയുടെയും നവ്യയുടെയും റൂമിൽ വരികയാണ്. എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, അഭിയേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോ? എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും വരാതിരിക്കാൻ ചിലർ മനഃപൂർവ്വം ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നതാണ് എന്ന് നവ്യയെ കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നെ പറയണ്ടല്ലോ, നവ്യ തിരിച്ച് നന്നായി പറയുന്നുണ്ട്. വീടിനകത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോടി എന്ന് ചോദിക്കുകയാണ് നവ്യ. നീ ഇപ്പോൾ എന്തിനാ ഞങ്ങളുടെ റൂമിലേക്ക് വന്നത്? നിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ എന്തെങ്കിലും ചെയ്ത് വയ്ക്കും. പാമ്പ് വീടിനകത്ത് കയറിയാൽ ആരായാലും തല്ലി ഓടിക്കില്ലേ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നോവിച്ച് വിടുകയാണെന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അഭിനോട് പറയുകയാണ്. ആണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറയുകയാണ് നവ്യ. ചിലപ്പോൾ എൻ്റെ അമ്മയമ്മ നയനയെയും ആദർശിനെയും ദ്രോഹിക്കാൻ വേണ്ടി എന്തോ പൊടിയും കലർത്തി എവിടെയോ ചുറ്റാൻ പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട് നവ്യ. പിന്നെ കാണിക്കുന്നത് നയനയും ആദർശും പലഹാരം കഴിക്കുന്നതാണ്. നയന കഴിക്കുന്നത് വളരെ ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവയാനി. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. എല്ലാം ആദർശിന് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പുറത്തു പോയ ജലജ വരുന്നുണ്ട്. വന്നതും ആദർശും നയനയും പലഹാരം തിന്നുന്നത് കണ്ട് വളരെ സന്തോഷിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ നെട്ടോട്ടം ഓടുന്നത് കാണാമല്ലോ. അങ്ങനെ ജലജ അബിയുടെ റൂമിൽ പോകുകയാണ്. എന്നിട്ട് അബിയോട് പറയുകയാണ്, എടാ ആദർശൻ നയനയും അവിടുന്ന് പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക് എന്ന് ഭയങ്കര സന്തോഷത്തോട് പറയുകയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എടാ വണ്ട, ഞാൻ അതിൽ വയറ് കേടാക്കാനുള്ള പൊടി ചേർത്തിരുന്നു. അപ്പോൾ അബി ഞെട്ടിപ്പോവുകയാണ്. പിന്നെ അബി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് കേട്ട് ജലജ വല്ലാതെ നിരാശയും വിഷമവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. അബി പറയുന്നുണ്ട്, നയനക്ക് ദൈവത്തിൻ്റെ പിന്തുണയുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അവളുടെ നേർക്ക് തൊടുത്തു വിടുന്ന അമ്പെല്ലാം തിരിച്ച് നമ്മളുടെ നേർക്ക് തന്നെയാണ് വരുന്നത് എന്ന് പറയുകയാണ് നമ്മുടെ അബി. പിന്നെ ജലജ രേവതിയുടെയും വേണുവിൻ്റെയും അനാമികയുടെയും അടുത്തേക്ക് വരികയാണ്. അനാമിക പറയുന്നുണ്ട്, ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ്. ഇത് കേട്ട് ജലജ പറയുകയാണ്, അതെ, ഈ പലഹാരം നിങ്ങൾക്ക് തരുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മരുമകൾ ചെയ്തതായിരിക്കും എന്ന്. അങ്ങനെ ആ കുറ്റം നവ്യയുടെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയും വേണുവും പോകാനൊരുങ്ങുകയാണ്. അപ്പോഴാണ് ദേവയാനി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. വേണു ആദർശിനോട് നയനയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് വേണു ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ അവർ കഴിച്ചിട്ട് അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ഞാൻ പിന്നീട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വേണു പറയണം, അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിൽ ആരോ എന്തോ ചേർത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് വേണുവും രേവതിയും അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മരുമകളെ ദ്രോഹിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണിത്, അത് തിരിഞ്ഞു കുത്തി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.